ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സദ്വാർത്തയുടെ 12ാം എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ക്രിസ്മസിന് തിരുപ്പിറവിക്ക് ഒരുങ്ങി നമ്മൾ പ്രാർത്ഥിച്ച് നടത്തുന്ന യാത്രയാണ് ഈ സദ്വാർത്ത. ഒരുക്കത്തോടെ താല്പര്യത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം, ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും വേണം. അവിടെയാണ് നമ്മുടെ പ്രേക്ഷിത വേല ഇരിക്കുന്നത്. ഞാൻ എപ്പോഴോ പറഞ്ഞതല്ലേ, അതായത് മാമോദിസ സ്വീകരിച്ച എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ദൈവവചനത്തിൻ്റെ പ്രഘോഷണം, കർത്താവിൻ്റെ നാമത്തിൻ്റെ പ്രഘോഷണം. നിങ്ങളിത് നാവാലെ ഏറ്റു പറയണം. ഇപ്പം നമ്മൾ പൊതുവേ നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, പ്രസംഗിക്കുന്നതിലല്ല ജീവിക്കുന്നതിലാണ് കാര്യം. കറക്റ്റാണ്, സംശയമൊന്നുമില്ല. ജീവിക്കുന്നതിലാണ് കാര്യം എന്ന് വിചാരിച്ച് പ്രസംഗിക്കാതിരിക്കരുത്, എന്ന് വിചാരിച്ച് ഈശോയെക്കുറിച്ച് പറയാതിരിക്കരുത്. നിങ്ങളെപ്പോഴും ഓർക്കണം, എല്ലാ ദിവസവും ഈശോയെക്കുറിച്ച് ആരുടെങ്കിലുമൊക്കെ ഒന്ന് പറയണം. എല്ലാ ദിവസവും ഒരു വചനമെങ്കിലും ഒരു വചനം ഈശോയെക്കുറിച്ച് സംസാരത്തിൽ എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണം, കർത്താവ് തമ്പുരാനെക്കുറിച്ച്. എന്താണെന്നറിയാവോ, നമ്മുടെ ഒരു ജീവിത രീതി ഈശോയും ദൈവിക കാര്യങ്ങളുമൊക്കെ എവിടെ? പള്ളിക്കകത്ത്. ഇതെല്ലാം പള്ളിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതിന് പുറത്തോട്ട് കർത്താവിന് നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഓർന്നു, നമ്മുടെ അനുദിന സംസാരങ്ങളിലെ, നമ്മുടെ ഡേ ടു ഡേ ഈ കോൺവെർസേഷൻസിൽ എന്തോരം വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയം പറയും, സിനിമ പറയും, സാംസ്കാരിക വിഷയങ്ങൾ പറയും, അന്തർദേശീയ പ്രശ്നങ്ങൾ പറയും, ഇസ്രായേൽ സിറിയയിൽ ബോംബിട്ടതിൻ്റെ കഥ പറയും, അമേരിക്കയിൽ ട്രംപ് വന്നതിൻ്റെ മാറ്റങ്ങൾ പറയും. ഇതെല്ലാം പറയുന്ന നമുക്ക് ഈശോയെക്കുറിച്ച് എന്തെങ്കിലും ആരുടെങ്കിലും പറയാനുണ്ടോ? പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിരിക്കുന്നത് ഈശോയെക്കുറിച്ചാണ്. താനും ഒരു ക്രിസ്ത്യാനി ജനനം തൊട്ടതാ ഈ പ്രായം വരെ ഏറ്റവും കൂടുതൽ കേട്ടത് ഈശോയെക്കുറിച്ചായിരിക്കത്തില്ലേ? കാരണം ബൈബിളിൽ, നമ്മുടെ ആരാധനയിൽ, ഓരോ ഞായറാഴ്ച പ്രസംഗങ്ങളിൽ, നമ്മുടെ സൺഡേ സ്കൂളിൽ, നമ്മുടെ പഠനങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് ഈശോയെക്കുറിച്ച്. പക്ഷേ ഈശോയെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഈ സദ്വാർത്ത ഈ സീരീസിനോട് ചേർന്ന് ഏൽപ്പിക്കുന്നത്, നിങ്ങളുടെ സംസാരങ്ങളിൽ ഈശോയും ഈശോ പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ സഭയും ഒക്കെ സംസാരത്തിൻ്റെ വിഷയമാകട്ടെ. സാധാരണ അത് വിമർശനത്തിനല്ല കേട്ടോ. എനിക്കറിയാം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അത് കുറ്റം പറയാനായിരിക്കും. എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വീഴ്ച പറ്റിയാൽ ആ വീഴ്ച ആഘോഷമാക്കാൻ നമ്മൾ കാര്യമായിട്ടിരുന്ന് പറയുന്നുണ്ടായിരിക്കും. ഇതല്ലാതെ നന്മകൾ സംസാരിക്കട്ടെ ഈശോയെക്കുറിച്ച്. ഈശോ ഇങ്ങനെ, ഈശോ എന്ന് പറയണം. ആ പറയുന്നൊരു രീതി കൊണ്ട് ഇപ്പോൾ ഈ നമ്മുടെ ഈ സദ്വാർത്തയെ പോലും ഉണ്ടല്ലോ, ഇന്നത്തെ എപ്പിസോഡ് പോകാൻ പോകുന്നത് എ കൈൻഡ് ഓഫ് ക്രിസ്ത്യൻ പാരൻറ്റിങ് ആണ്. മക്കളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മൾ ഇതിനു മുമ്പ് കാരുണ്യ വഴിയും വിമല ഹൃദയ പ്രതിഷ്ഠയൊക്കെ നടത്തിയപ്പോഴുമൊക്കെ ഒരു എപ്പിസോഡ് എക്സ്ക്ലൂസീവ്ലി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചായിരുന്നു. ഇന്ന് അതുപോലെ ഒരു എപ്പിസോഡാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുമാണ് കൂടുതലായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ കൊച്ചുമക്കൾ, നമ്മുടെ മക്കളൊക്കെ ഇതിനകത്തുണ്ട്, ഭാഗമാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ട് എല്ലാവരും കേൾക്കണം. പക്ഷെ ഉറപ്പായിട്ടും കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്ന, ഈ അടുത്ത കാലത്ത് വിവാഹിതരായി കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് അവരെ വളർത്തുന്ന, അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന എല്ലാ ചെറുപ്പക്കാരായ മാതാപിതാക്കളും, പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികളുള്ളവരും കേൾക്കുക, ഇത് മനസ്സിലാക്കുക. ഇന്നപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം കൂടി, ഇന്നത്തെ ഹോംവർക്ക് എന്നറിയാമോ? നേരത്തെ തന്നെ ഹോംവർക്ക് പറയുന്നത് ഇപ്പോഴേ അതിന് വേണ്ട ഒരുക്കം ചെയ്തു. ഇന്നത്തെ ആരാധനയുടെ അവസാന നിമിഷങ്ങളിലേക്കെങ്കിലും, ഫുൾ ടൈം വേണ്ട, കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇനി ഫുൾ ടൈം അവർക്ക് പഠനവും തിരക്കും ഒക്കെ, പരീക്ഷാക്കാലമല്ലേ, അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട. ആരാധനയുടെ അവസാന നിമിഷങ്ങളിലേക്കെങ്കിലും, അവസാനത്തെ ഒരു 5-10 മിനിറ്റ് ഒരു വീട്ടിലെല്ലാവരും കൂടി ഇങ്ങോട്ട് വരട്ടെ. ആ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, ഒരു 10 മിനിറ്റ് ആ പുസ്തകമൊക്കെ അടച്ചു വെക്കാം, വാ നമുക്കൊന്ന് ആരാധിക്കാം. ആ കുഞ്ഞുങ്ങളെ കൂടെ വിളിച്ച് ചേർത്ത് നിർത്തി ആരാധനയുടെ സമാപന ഭാഗം കൂടുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് നേരത്തെ തന്നെ തരുന്നത് അതിന് വേണ്ട ക്രമീകരണം ഇതിനിടയ്ക്ക് ചെയ്തോണം. അതിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് പറഞ്ഞിട്ട് ഇനി കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ല, വന്നില്ല എന്ന് പറയാതിരിക്കാൻ നേരത്തെ തന്നെ പറയുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ടോക്കിലേക്ക്, ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 67 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ തലക്കെട്ട് തന്നെ സക്കറിയായുടെ പ്രവചനഗീതം. സക്കറിയായുടെ പ്രവചനഗീതം. അതിനെ എങ്ങനെയാണ് കാണേണ്ടതെന്നറിയാമോ? ഈ യോഹന്നാന് പേരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്, കൊച്ചിന് പേരിട്ടു, സ്നാപകയോഹന്നാൻ ജനിച്ചു, യോഹന്നാൻ എന്നവൻ വിളിക്കപ്പെടണം പേരിട്ടു. അത് കഴിയുമ്പോൾ ഈ സക്കറിയ, നമ്മളിങ്ങനെ അങ്ങ് വിഷ്വലൈസ് ചെയ്യുക, ഈ സക്കറിയ ഈ കൊച്ചിനെ ഇങ്ങനെ കയ്യിലോട്ടെടുത്ത് പിടിച്ചിട്ട് ആ കൊച്ചിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുന്നതായിട്ട് ഒന്ന് വായിച്ചു നോക്കണം. നമുക്കിങ്ങനെ കോരിത്തരിച്ചു പോകും. ഒരപ്പൻ കർത്താവ് ദാനമായി നൽകിയ പൈതലിനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ആ കുഞ്ഞിനോട് പറയുന്നതായിട്ട്, അങ്ങനെ തന്നെയാണ് ആ ഭാഗം. പക്ഷെ കുറച്ചുകൂടെ അതിനൊരു എന്താ പറയേണ്ടത്, ഒരു ഇൻറ്റൻസിറ്റി കിട്ടാനാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കൊച്ചിനെ എടുത്ത് കൈ പിടിച്ചിട്ട് കുഞ്ഞിൻ്റെ മുഖത്തോട്ട്
അതിൻ്റെ പാൽപുഞ്ചിരി കണ്ടിട്ട് കുഞ്ഞിനോട് നോക്കി പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കിക്കോണേ, താഴേക്ക് വരുമ്പോൾ 67 വാക്യം തൊട്ട് ആദ്യം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. ആദ്യ ഭാഗം മുഴുവൻ എന്നറിയാമോ? നിങ്ങളൊന്ന് വായിച്ചേ. 68 വാക്യം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്ന്, നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും, നമ്മുടെ പിതാക്കന്മാരുടെ വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും, നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ ഉചിതമായ ഉടമ്പടി അനുസ്മരിക്കാനും, ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി എന്ന് വെച്ചാൽ മുഴുവൻ പഴയ നിയമ ചരിത്രം മുഴുവൻ ദൈവം ഇടപെട്ടതിൻ്റെ നാൾ വഴി നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണേ. ഈ കുഞ്ഞിനെ ദൈവം എനിക്ക് ദാനമായി നൽകിയ കുഞ്ഞിനെ എടുത്ത് കൈ പിടിച്ചിട്ട് സഖറിയ ഇന്നോളം ദൈവം ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ മുൻ തലമുറകളിൽ ഇടപെട്ടതിൻ്റെ വർണ്ണന നടത്തുകയാണ്, മഹത്വം ഘോഷിക്കുകയാണ്. കൊച്ചിനെ കൈകളിലെടുത്തിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണെന്ന് അങ്ങനെ മനസ്സിലാക്കുക. കൊച്ചിനെ കയ്യിലെടുത്തിട്ട് ഒരപ്പൻ കൊച്ചിനെ കയ്യിലെടുത്തിട്ട്, കൊച്ചേ നീ അല്ല എൻ്റെ സന്തോഷം കേട്ടോ, നീ മാത്രമല്ല എൻ്റെ സന്തോഷം, പണ്ട് തൊട്ടേ ഞങ്ങളുടെ ദൈവം ഇങ്ങനെയാണ്, പണ്ട് തൊട്ടേ എൻ്റെ ദൈവം ഇങ്ങനെയാണ്, എന്തോരം പദ്ധതി ഒരുക്കിയവൻ ഞങ്ങൾക്ക് വേണ്ടി. ആ ദൈവത്തിൻ്റെ ചരിത്രം മുഴുവൻ, ദൈവം ഇടപെട്ടതിൻ്റെ നാൾ വഴി മുഴുവൻ ഈ കുഞ്ഞിൻ്റെ കാതോരത്ത് മന്ത്രിച്ച് കേൾപ്പിച്ചിട്ട് ദൈവമഹത്വം പ്രഘോഷിച്ചിട്ട് അടുത്തത് വീണ്ടും ലൂക്ക 1 താഴേക്ക് വരുമ്പോൾ 76 വാക്യം. 76 വാക്യത്തിലാണ് ഈ കുഞ്ഞിനോടായിട്ട് അപ്പൻ വല്ലതും പറയുന്നത്. കുഞ്ഞിനോടായിട്ട് പറയുകയാണ് 76 വാക്യത്തിൽ, നീയോ കുഞ്ഞേ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. അതവിടുത്തെ ജനത്തിന് പാപമോചനം വഴി രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും, നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും കടന്നവർക്ക് പ്രകാശമായി ഉദയം ചെയ്യാം. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് ഞാൻ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഒന്നുകൂടെ അതൊന്ന് വിഷ്വലൈസ് ചെയ്തേ. സഖറിയ തൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് ദൈവം നൽകിയ പൈതലിനെ യോഹന്നാനെ കയ്യിലോട്ടെടുത്ത് പിടിച്ചിട്ട് കൊച്ചിനെ കയ്യിലോട്ട് പിടിച്ചിട്ട് ദൈവത്തിന് നന്ദി, അപ്പായേ നിനക്ക് നന്ദി. എന്തിന്? കുഞ്ഞിനെ ഓർത്തല്ല. അങ്ങനെ ആകുമ്പോൾ ഭയങ്കര പേഴ്സണലിസ്റ്റിക് ആയിപ്പോയി പ്രാർത്ഥന, ഭയങ്കര സെൽഫിഷ് ആയിപ്പോയി പ്രാർത്ഥന. കുഞ്ഞിനെ എടുത്ത് കൈ പിടിച്ചിട്ട് പറയുകയാണ്, എൻ്റെ കർത്താവേ ഇന്നോളം നീ ചെയ്ത അനുഗ്രഹങ്ങൾ എന്തുമാത്രമാണ്, തലമുറകളിലൂടെ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന്, വർണ്ണിക്കാനാകാത്ത അത്ഭുതങ്ങൾ ഞങ്ങളുടെ കാലത്തും ഞങ്ങളുടെ മുൻകാലങ്ങളിലും പ്രവർത്തിച്ച ഞങ്ങളുടെ ദൈവമേ നിനക്ക് നന്ദി. കുഞ്ഞുങ്ങളെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. ആ നന്ദിയുടെ ആ മഹത്വമർപ്പിക്കലിൻ്റെ ഒടുക്കം കൊച്ചിനോട് പറയുകയാണ്, ഇനി കൊച്ചെ നീ കേൾക്ക്, നീയോ കുഞ്ഞേ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കണം. അപ്പം നമുക്ക് തോന്നും, ഈ സക്കറിയായിക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലായത്? കുറേ കാലമായിട്ട് പാവം പിടിച്ചവൻ മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴാണ് ഇതെല്ലാം കൂടെ പുള്ളിക്ക് ഈ ഐഡിയ എല്ലാം കൂടെ കിട്ടിയത്? ഇത്രയും വലിയ നീളൻ സ്തുതിഗീതം ആലപിക്കാൻ, ഇത്രയും വലിയ നിയോഗമൊക്കെ ഈ കൊച്ചിൻ്റെ മേൽ ഭരമേൽപ്പിക്കാൻ ഈ മനുഷ്യന് എങ്ങനെ സാധിച്ചു? അത് സാധിച്ചത് അന്വേഷിക്കുമ്പോഴാണ് രസം. പുറകോട്ട് വരട്ടെ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം. 1-ാം അധ്യായം 15 വേണ്ട, കുറച്ചുകൂടെ പുറകോട്ട് പോട്ടെ. 14-ാം വാക്യം. കുഞ്ഞിനെക്കുറിച്ച് ദൂതൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണേ. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും, അനേകർ അവൻ ജനത്തിൽ ആഹ്ലാദിക്കും. എന്താ സംഭവം? ഗബ്രിയേൽ ദൂതൻ സഖറിയായിക്ക് യോഹന്നാനെ കുറിച്ച് ആദ്യമായി അരുളപ്പാട് കൊടുത്തപ്പോൾ ദൂതൻ പറഞ്ഞു കൊടുക്കുന്ന ചില ഭാഗങ്ങളാണിത്. 15-ാമത്തെ വാക്യം, കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. കുറെ കൂടെ താഴോട്ട് വരുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇനിയും താഴോട്ട്, ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. അപ്പോൾ ദൂതൻ നേരത്തെ തന്നെ ഐഡിയ കൊടുത്തു, നിസ്സാര കക്ഷിയല്ല വരാൻ പോകുന്നത്. ദൂതൻ അറിയിപ്പ് കൊടുത്തു, സ്വർഗം വെളിപാട് കൊടുത്തു. ആർക്ക്? അപ്പന്. ആ വെളിപാട് കിട്ടിയ അപ്പൻ പിന്നെ കുറേ കാലം മിണ്ടാണ്ടിരുന്നങ്ങ് പ്രാർത്ഥിച്ചു. ആര്? സഖറിയ. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, കുഞ്ഞ് പിറന്ന് കഴിഞ്ഞപ്പോൾ, കുഞ്ഞിനെ എടുത്തിട്ട് സ്വർഗം നേരത്തെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതും ധ്യാനത്തിൻ്റെ പ്രാർത്ഥനയുടെ കാലത്ത്
താൻ അനുഭവിച്ചതുമായ ദൈവത്തിൻ്റെ പരിപാലനയെ, ദൈവത്തിൻ്റെ മുന്നോട്ടുള്ള പദ്ധതിയെ കുഞ്ഞിൻ്റെ കാതോരത്ത് മന്ത്രിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി കൊടുക്കണേ. എല്ലാ അപ്പനമ്മമാരോടും എനിക്കുള്ള യാചനയാണത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ദാമ്പത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലമായി കർത്താവ് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ പദ്ധതി നിങ്ങൾ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മോനെ, അപ്പനിതാ കേട്ടോ ആഗ്രഹം, നീ ഇങ്ങനെ ആകണമെന്ന്. അപ്പനോ പറ്റിയില്ല. എല്ലാ അപ്പന്മാരുടെയും അമ്മമാരുടെയും ക്ലാസിക്കൽ ഡയലോഗാ. അപ്പനോ പറ്റിയില്ല. അന്ന് ഞങ്ങൾക്ക് അതിനുള്ള ആവതില്ലായിരുന്നു. ഞങ്ങളെ പിന്തുണയ്ക്കാനുള്ള സാഹചര്യം കുടുംബത്തിനില്ലായിരുന്നു. ഇന്നതേ അപ്പന് അമ്മയ്ക്ക് കുഞ്ഞിനെക്കുറിച്ചുള്ള ആഗ്രഹം ഇതാണ്, നീ ഇങ്ങനെ ആകണം കേട്ടോ, എല്ലാ പിന്തുണയുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, നീ ഇങ്ങനെ ആകണമെന്ന് കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്ന അപ്പനും അമ്മയും ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്നെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മക്കളെ, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഇതാണ് കേട്ടോ, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഇതാണ് കേട്ടോ എന്ന് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏതെങ്കിലും ഒരു അപ്പനും അമ്മയ്ക്കും പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റണമെങ്കിൽ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഈ സക്കറിയായ്ക്ക് നടന്നതുപോലെ ആദ്യമേ തന്നെ സ്വർഗത്തിൽ നിന്ന് അറിയിപ്പ് വാങ്ങിച്ചെടുക്കണം. 2, പ്രാർത്ഥനയുടെ ഒരിടക്കാലത്ത് ആ അറിയിപ്പിനെ ധ്യാനിക്കണം. പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഗോഡ്സ് പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി കിട്ടും. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങൾക്ക് ദൈവനിയോഗങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും നിസ്സാരക്കാരല്ല കേട്ടോ. ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഉണ്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ. ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കുറേ അധികം സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം അത്. കുഞ്ഞുങ്ങൾ ക്ലാസ് എടുക്കുന്നു, കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും. ഇപ്പം നമ്മുടെ തന്നെ ചില രൂപതകളിലായി വിദേശത്ത് 1-2 സ്ഥലങ്ങളിലൊക്കെ ഈ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്നറിയാമോ, ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ വലിയ ഗുണം നേരെ വാ നേരെ പോ. നമ്മുടെ അത്ര ഭക്തരായിട്ട് അവർ അഭിനയിക്കത്തില്ല, അത് ശരിയാണ്. നമ്മളെപ്പോലെ നാട്യങ്ങളില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആരെക്കൊണ്ടും നല്ലത് പറയിപ്പിക്കാൻ ഉദ്ദേശമില്ല. നമ്മുടെ കാലത്ത് പറ്റിയതാണ്. നമ്മുടെ കാലത്തെ പേരൻറ്റിങ് ഓർത്തെടുത്തേ. നമ്മുടെ കാലത്ത് നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്? എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം, എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം. അത് നമ്മൾ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ അതിനൊരു അപകടമുണ്ട് ആ പറച്ചിലിനകത്ത്, ആ പേരൻറ്റിങ്ങിൽ. എന്താണെന്നറിയാം അപകടം? എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, നീ നല്ലതായിരുന്നില്ലേലും കുഴപ്പമില്ല, നല്ലത് പറയിപ്പിച്ചാൽ മതി. നീ നല്ലതായിരുന്നില്ലേലും കുഴപ്പമില്ല, നല്ലത് പറയിപ്പിച്ചാൽ മതി. ഇന്നത്തെ കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണുന്നൊരു ഗുണം, അതുങ്ങൾക്ക് ആരെക്കൊണ്ടും നല്ലത് പറയിപ്പിക്കാൻ ഉദ്ദേശമില്ല. അവരുള്ളതുപോലെ. അതുകൊണ്ട് ചിലപ്പോൾ പിള്ളേരെ സൺഡേ സ്കൂൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കളയും, ടീച്ചറേ നല്ല ബോറ് ക്ലാസ്സാണ് കേട്ടോ, നല്ല ബോറ് ക്ലാസ്സാണ്. അത് കേൾക്കുമ്പോൾ ഉടനെ തലതെറിച്ച പിള്ളേരെന്ന് പറഞ്ഞു കളയരുത്. മനസ്സിലാക്കേണ്ടത് നല്ല നേരുള്ള പിള്ളേർ, സത്യസന്ധരായ പിള്ളേർ. പണ്ടും ഈ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പല പിള്ളേർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ആ കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. ടീച്ചറിനോട് മുഷിഞ്ഞിട്ട് വെറുതെ ചീത്തപ്പേര് വരുത്തി വെക്കണ്ട, അതുകൊണ്ട് തലയാട്ടി ഇരുന്ന് കേട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ അച്ഛന്മാരോട് പറയും, എൻ്റെ പൊന്നച്ചോ പ്രസംഗം നല്ല ബോറാകട്ടോ. അത് കേൾക്കുമ്പോൾ തലതെറിച്ച വഴിപിഴച്ച തലമുറ എന്ന് പറയരുത്. എന്ത് മനസ്സിലാക്കേണ്ടത്? നല്ല നേരുള്ള പിള്ളേർ, സത്യസന്ധരായ പിള്ളേർ, ഉള്ളതുപോലെ പറഞ്ഞു കളഞ്ഞല്ലോ. ജെന്യുവിനാണ് ഈ കുഞ്ഞുങ്ങൾ. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ വലിയൊരു ഗുണമാണ് ജെന്യുവിനിറ്റി ഉണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങളിൽ, മജോറിറ്റി കുട്ടികളിൽ അവരുള്ളതുപോലെ പറയുന്നുണ്ട്. മറ്റൊരു ഗുണം അതുങ്ങളുടെ ഞാൻ കണ്ടത്, ചില വാല്യൂസൊക്കെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. പണ്ടത്തതുപോലെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിലൊന്നും പിള്ളേർ കണ്ണില്ല. അപ്പൻ എന്ത് തരും, എത്ര കിട്ടും അപ്പൻ്റെ കയ്യിൽ നിന്ന്, ആ വിചാരമൊക്കെ പോയി. അതൊരു മുൻ തലമുറയ്ക്കായിരുന്നു. വീതം വെപ്പും അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ അളവും ഒക്കെ നോക്കിയിരുന്നത്. അല്ലെങ്കിൽ വല്ലവൻ്റെയും ഇങ്ങോട്ട് കവർന്ന് എടുക്കണമെന്നൊന്നും ചിന്തയൊന്നും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കില്ല. കുറവാണത് കമ്പാരിറ്റീവ്ലി. പണ്ട് നമ്മളുമൊക്കെ വേലിയൊക്കെ വളച്ച് കെട്ടി എടുത്തതൊക്കെ നമുക്കറിയാമല്ലോ. ഇന്നല്ലേ എല്ലാവരും പുണ്യപ്പെട്ടവരൊക്കെ ആയിട്ട് മാറിയത്. ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വേറെ ആരുടെയും വേണ്ട. അങ്ങനെ ഒത്തിരി ക്വാളിറ്റീസ് ഉള്ളൊരു തലമുറയായത്. നമ്മൾ പറയുമ്പോൾ പള്ളിയിൽ പോകുന്നില്ല എന്നൊറ്റ കാരണം കൊണ്ട് അതുങ്ങളെ കുറ്റക്കാരാക്കരുത്, അതുങ്ങളെ മോശമാക്കി കളയരുത്. ഈ കുഞ്ഞുങ്ങളെ പള്ളിയിൽ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കാരണമുണ്ടല്ലോ, പള്ളിയിൽ പോയവരുടെ നിലവാരത്തിൻ്റെ തകർച്ച കണ്ടിട്ട് മനസ്സുമെടുത്തിട്ടാകാം കേട്ടോ ഈ കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോകാതിരിക്കുന്നത്. അത് അവരുടെ മാത്രം കുറ്റമാണോന്നില്ല. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു ചിന്തയുണ്ടാകട്ടെ നമുക്ക്. ക്രിസ്ത്യൻ പേരൻറ്റിങ്ങിൽ നമ്മുടെ ഹിതമല്ല കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, ദൈവതിരുഹിതം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ എത്ര കാലം നീ ദൈവസന്നിധിയിൽ ഇരുന്നു എന്നുള്ളതാണ് ചോദ്യം. കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ചെറുപ്പം തൊട്ടേ കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെക്കുറിച്ചുള്ള പദ്ധതി പറഞ്ഞു കൊടുക്കണം, വചനം പഠിപ്പിക്കണം.
വചനം പറഞ്ഞു കൊടുക്കണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ കാണുമല്ലോ, നമ്മുടെ സമപ്രായക്കാരും ഇളയതുങ്ങളും ഒക്കെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അവരുടെ കുഞ്ഞുങ്ങളുടെ മാമോദിസായ്ക്കൊക്കെ വിളിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന സമ്മാനം ബൈബിളാണ്. അതിനാദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയത് ഞാൻ മുമ്പിരുന്നൊരു പള്ളിയിൽ, കൊച്ചനായിട്ടിരുന്നൊരു പള്ളിയിൽ എനിക്കേറെ പ്രിയപ്പെട്ട, ഞാൻ അനിയനെ പോലെയും കൂട്ടുകാരനെ പോലെ കരുതുന്ന ഒരു പയ്യൻ. അവൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് മറ്റങ്ങാണ്ട്, കൊച്ചിൻ്റെ ബർത്ത്ഡേക്കാണ് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചെന്നു. ഞാനൊരു ബൈബിളാണ് കൊണ്ട് കൊടുത്തത്, സമ്പൂർണ്ണ ബൈബിള്. അപ്പോൾ അവർ ഉറപ്പായിട്ട് ഓർത്ത് കാണും, ദൈവം ഈ പൊട്ടനായ അച്ഛൻ എന്തിനാണ് ഈ കൊച്ചിൻ്റെ 1ാമത്തെ പിറന്നാളിന് ബൈബിളും കൊണ്ട് വന്നിരിക്കുന്നത്, വേറെ കൊല്ലാവുന്ന പോലെ ടോയ്സും വാങ്ങിച്ചുകൊണ്ട് വരാനുള്ളതിന്. അപ്പം ഞാൻ ഇതിൻ്റെ അമ്മയോട് പറഞ്ഞു, ഈ കൊച്ചിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തു, എടീ നിന്നെ ഞാനൊരു ജോലി ഏൽപ്പിക്കുകയാണ്. ഈ കൊച്ച് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴോ അല്ലെങ്കിൽ അതിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഡെയിലി ഇതിൻ്റെ അടുത്തിരുന്ന് നീ കുറച്ച് ബൈബിൾ വായിക്കണം. ഉൽപ്പത്തി തൊട്ടിങ്ങോട്ട് വായിച്ച് വരണം. ഉൽപ്പത്തി തൊട്ടിങ്ങനെ വായിച്ച് വന്ന് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഇതായിരുന്നു, അതിൻ്റെ ആഘോഷമായ പരിശുദ്ധ കുർബാന സ്വീകരണ ദിവസം ഈ ബൈബിൾ തന്നെ പൊതിഞ്ഞു കെട്ടി ഒരു സമ്മാനമായി കൊടുക്കണം. എങ്ങനെ? അമ്മയും കുഞ്ഞും കൂടി ഇരുന്ന് വായിച്ചു തീർത്തൊരു ബൈബിൾ, ആ ബൈബിൾ ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അന്നങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോന്നു. പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും പോയില്ല. പക്ഷേ ഈ അടുത്ത് ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഫംഗ്ഷൻ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ അന്ന് മൈക്ക് എടുത്തിട്ട് പറയുകയാണ്, ഈ കൊച്ചിൻ്റെ പേര് എമ്മക്കുട്ടി എന്നാണ്. എമ്മക്കുട്ടിയോട് ബൈബിൾ വായിച്ച് കേൾപ്പിക്കണമെന്ന് അന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ അന്നോട്ട് വായിക്കാൻ തുടങ്ങി. ഇന്നൊരു ദിവസം ബൈബിൾ വായന മുടങ്ങിയാൽ, കൊച്ചിനിപ്പോൾ 3-3.5 വയസ്സേ ആയിട്ടുള്ളൂ, ഒരു ദിവസം ബൈബിൾ വായന മുടങ്ങിയാൽ കൊച്ച് അമ്മയോട് ചോദിക്കാൻ തുടങ്ങി, അമ്മേ നമ്മളിന്ന് ബൈബിൾ വായിച്ചില്ലല്ലോ. എന്താ സംഭവിച്ചത്? കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ദൈവവും ദൈവത്തിൻ്റെ വചനവും മാറിത്തുടങ്ങുകയാണ്. കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി, അനുദിന വ്യാപാരങ്ങളുടെ ഭാഗമായി ദൈവവും ദൈവവചനവും മാറിത്തുടങ്ങുകയാണ്. അത് കുഞ്ഞിന് ഭാവിയിലേക്ക് അനുഗ്രഹമായിട്ട് മാറും ഉറപ്പായിട്ടും. അപ്പം നമ്മൾ ഇന്ന്, ഞാൻ അല്പം ഇങ്ങനെ സ്നേഹത്തോടെ അല്പം പരത്തിയും അല്പം കുറുക്കിയും അല്പം ഒച്ചയെടുത്തും ഒച്ചതാത്തിയൊക്കെ പറയാൻ ശ്രമിക്കുന്നതെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രിയമുള്ളവരെ. അതപ്പോൾ ഓർത്തേക്കരുത്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പോയി ഇനിയിപ്പോൾ ആരുടെ കാര്യത്തിൽ നോക്കാൻ അല്ല. ഈ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ ഈശോയുടെ മുമ്പിലേക്ക് പൊന്നും മീറയും കുന്തിരിക്കവും കൊണ്ട് വെച്ചില്ലേ? എന്താ അത്? ആ ജീവിതത്തിൻ്റെ നിയോഗം ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ നിയോഗം പൊന്ന്, യു ആർ ദ കിങ്, നീ രാജാവാണ്. പൊന്ന് കുന്തിരിക്കം, യു ആർ ദ പ്രീസ്റ്റ്, നീ പുരോഹിതനാണ്. മീറ, നീ ബലിവസ്തുവാണ്, നീ ബലിയായി മാറേണ്ടതാണ്. ജീവിതത്തിൽ നടക്കാനിരിക്കുന്നതിൻ്റെ നിയോഗം ഓർമ്മിപ്പിച്ചു കൊടുക്കുന്ന കണ്ടോ? അല്ലെങ്കിൽ ശിമയോൻ, ദേവാലയത്തിലെ ശിമയോൻ ഉണ്ണിമിശിഹായെ കരങ്ങളിലെടുത്ത് പറഞ്ഞില്ലേ, രക്ഷ എൻ്റെ നയനങ്ങൾ ദർശിച്ചു. അപ്പോൾ ഇതാരാകേണ്ടതാ? രക്ഷയാകേണ്ടതാണ്. നീ നിയോഗം കൊടുക്കുകയാണ്. മറിയത്തിനോട് പറയുന്നുണ്ട്, ഹൃദയത്തോടൊരു വാള് കടക്കും, ഒരുങ്ങിക്കൊള്ളാൻ പറയുകയാണ്. ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ മറ്റുള്ളവർക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ദർശനം കൊണ്ടും പങ്കുവെച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഓർക്കണേ. അതുകൊണ്ട് ഇന്നത്തെ ഹോംവർക്ക് സിമ്പിളാണ്. ഇന്നത്തെ ഹോംവർക്ക് ഒന്നാമത്തത്, ഇന്നത്തെ ആരാധനയുടെ സമാപന ആശീർവാദ നേരത്തെങ്കിലും കുടുംബത്തിലെ എല്ലാവരെയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വിളിച്ച് കൊണ്ടു നിർത്തണം. അതാണ് ഒന്നാമത്തെ ഹോംവർക്ക്. രണ്ടാമത്തെ ഹോംവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ബൈബിൾ വായനയില്ലേ, എല്ലാ ദിവസവും 1 മിനിറ്റെങ്കിലും 1 മിനിറ്റ് 2 മിനിറ്റ് കുഞ്ഞുങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ ഭാഗമല്ലാതെ അപ്പനോ അമ്മയോ ബൈബിൾ വായിച്ച് കേൾപ്പിക്കണം കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് പൊടിക്കുഞ്ഞുങ്ങൾക്ക്, വളരെ കുഞ്ഞുങ്ങൾക്ക്. മുതിർന്ന കുഞ്ഞുങ്ങളാണെങ്കിലുണ്ടല്ലോ, ആഴ്ചയിൽ 1 വെച്ചൊരു ബൈബിൾ വാക്യം കൊച്ചിന് കൊടുക്കണം. ഞായറാഴ്ച ദിവസം അമ്മ ഏൽപ്പിക്കുക ഇങ്ങനത്തെ പണിയൊക്കെ, ഒരു ബൈബിൾ വാക്യം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഞായർ തൊട്ട് ശനി വരെ ഈ കുഞ്ഞ് സ്കൂളിൽ പോകാൻ നേരത്ത് ഇതിനെ ഇങ്ങോട്ട് അടുത്തോട്ട് വിളിച്ചിട്ട് ഒന്ന് കുരിശ് വരച്ചിട്ട് ഈ വാക്യം ചൊല്ലണം, ഈ ബൈബിൾ വാക്യം പറയണം. ഓരോ ആഴ്ചത്തേക്കും ഒരു ബൈബിൾ വാക്യം. എന്തൊരു അഭിഷേകമായിരിക്കും. ഉദാഹരണത്തിന് കുഞ്ഞുകൂടെ അടുപ്പിച്ച് നിർത്തുകയാണ്, കുരിശ് വരയ്ക്കുകയാണ്. റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അത് തിങ്കളാഴ്ച ചെല്ലുമ്പോൾ കൊച്ചിങ്ങനെ നോക്കിയിരിക്കും. ചൊവ്വാഴ്ച കൊച്ച് കുറച്ചുകൂടെ രജിസ്റ്റർ ചെയ്യും. ബുധനാഴ്ച കൊച്ച് 1-2 വാക്കുകൾ പറയാൻ തുടങ്ങും. വെള്ളിയാഴ്ചയാകുമ്പോണ്ടല്ലോ അമ്മയും കുഞ്ഞും കൂടെ ഒരുമിച്ച് പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ അപ്പനും മക്കളും കൂടെ ഒരുമിച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചെടുക്കുന്ന യാത്രയാണിത്. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കൊരുമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.
പരിശുദ്ധനെ, നിനക്ക് ആരാധന. കർത്താവേ, നിന്റെ മഹത്വമേറിയ സാന്നിധ്യത്തിന് നിനക്ക് നന്ദി. ഈശോ, സദ്വാർത്ത ശുശ്രൂഷയുടെ ഈ കാലത്ത്, തിരുപ്പിറവിയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഈ കാലത്ത്, നിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നിനക്ക് നന്ദി. കർത്താവേ, എൻ്റെ മനം എന്നും നിന്നെ ആരാധിക്കും. ആകാശം ഇടിഞ്ഞു വീണാലും നിന്നെ ആരാധിക്കുന്നതിൽ നിന്ന് അണുവിട ഞാൻ ചലിക്കില്ലെന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ ആഴം എനിക്ക് ലഭിക്കട്ടെ. കർത്താവേ, പ്രാണൻ പിടയുന്ന നേരത്തും എൻ്റെ നാവിൽ നിനക്കായി ഞാൻ സ്തുതികൾ ഉയർത്തും. ഇരുട്ട് പടരുന്ന കാലത്തും രോഗദുരിതങ്ങൾ എന്നെ വേട്ടയാടുന്ന കാലത്തും നിരാശയുടെ വക്കോളം എത്തി നിൽക്കുന്ന കാലത്തും, കർത്താവേ, നിന്നെ ആരാധിക്കുന്നതിൽ നിന്ന് സർവശക്തനെ, അധികാരമുള്ളവനെ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം കരേറ്റുന്നതിൽ നിന്ന് ഞാൻ അണുവിട ചലിക്കില്ലെന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ ആഴം എനിക്ക് നൽകണമേ. ദൈവജനമേ, കരങ്ങൾ ചെറുതായി തുറന്നു പിടിച്ച് ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഈശോയെ ആരാധന. കർത്താവേ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ ആരാധന, ആരാധന. കർത്താവേ, ഹല്ലേലൂയ. മഹത്വം ഈശോയെ, മഹത്വം ഈശോയെ, ഈശോയെ ആരാധന. എൻ്റെ കർത്താവേ, ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി പാടി പ്രാർത്ഥിക്കാം. ആകാശം താഴെ വീണാലും നാഥ താണു പോകിൽ നിന്നാലും. ആകാശം താഴെ വീണാലും നാഥ താണു പോകിൽ നിന്മനം. യേശുവേ, നിൻ മുൻപിലിതാ കുമ്പിടുന്നു ഞാൻ. എന്നേകുന്നു യേശുവേ, നിൻ മുൻപിലിതാ കുമ്പിടുന്നു ഞാൻ. ഈശോയെ, ഇന്ന് ഞങ്ങൾ കേട്ടതൊക്കെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നിന്നോട് ചേർത്ത് തിരുഹിതത്തിൻ്റെ തണലിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്നാണ്. കർത്താവേ, ഇന്നത്തെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുമുമ്പാകെ ഞങ്ങൾ നിർത്തട്ടെ. ദൈവജനമേ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോട് ചേർത്ത് നിർത്താം. ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി സമീപത്തില്ലെങ്കിൽ അവരെ ആത്മന ചേർത്ത് പിടിച്ച് നിർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ തന്ന വലിയ ദാനമാണ് കർത്താവേ ഈ കുഞ്ഞുങ്ങൾ. നീ ഇപ്പോഴും ലോകത്തെ കൊണ്ട്, മനുഷ്യരെ കൊണ്ട് മടുത്തില്ല എന്നതിൻ്റെ തെളിവാണപ്പാ ഇന്നും പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ. ഈ വലിയ ദാനത്തെ ഓർത്ത് നിനക്ക് നന്ദി ഈശോയെ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ കുഞ്ഞുങ്ങളെ നൽകിയതിനെ ഓർത്ത്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ മാത്രം തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ് കുഞ്ഞുങ്ങൾ ദൈവദാനമാണ് എന്നത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ വിചാരിച്ചു, കർത്താവേ, ഇത് ഞങ്ങളുടേതാണെന്ന്. ഇന്ന് തിരുമുമ്പാകെ ഞങ്ങൾ ഏറ്റുപറയട്ടെ, നീ തന്നതാണ് ഈ കുഞ്ഞുങ്ങളെ. ഈശോ, നീ ദാനമായി നൽകിയ ഈ കുഞ്ഞുങ്ങളെ തിരുമുമ്പാകെ നിർത്തി ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിന്റെ നാമത്തെ ഏറ്റുപറയട്ടെ. കുഞ്ഞുങ്ങൾ കണ്ടും കേട്ടും അറിയട്ടെ, എല്ലാം തന്നത് എൻ്റെ ദൈവമാണെന്ന്.
എൻ്റെ മക്കളെ, നിങ്ങൾ കാണുന്ന ഈ മെച്ചപ്പാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നൊരു കാലമുണ്ടെന്ന് കുഞ്ഞുങ്ങളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കഷ്ടപ്പാടിൻ്റെ, ദുരിതത്തിൻ്റെ ഒരു പൂർവ്വകാലമുണ്ടായിരുന്നു ജീവിതത്തിൽ. ഞെരുക്കത്തിൻ്റെ, കണ്ണീര് പെയ്തിറങ്ങുന്ന ഒരു ദുരിതകാലമുണ്ടായിരുന്നു ജീവിതത്തിൽ. അന്ന് ദൈവം സ്വർഗം ചായിച്ചിറങ്ങി വന്നിട്ടുണ്ട് ഈ വീട്ടിലേക്ക്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ അലിവോടെ ഉത്തരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ മെച്ചമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ എന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പൂർവകാലത്തിൻ്റെ കഷ്ടപ്പാടുകൾ അറിയാത്ത കുഞ്ഞുങ്ങളോട് സഖറിയ യോഹന്നാൻ എന്ന പൈതലിന് പറഞ്ഞു കൊടുത്തതുപോലെ ദൈവം പരിപാലിച്ചാണ് ഇത്രത്തോളം എത്തിച്ചതെന്നുള്ള യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക്. ദൈവം തന്നതല്ലാതെ ഈ ജീവിതത്തിൽ ഒന്നുമില്ല. ശരിയാണ്, അധ്വാനിച്ചിട്ടുണ്ട്, പാടുപെട്ടിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ ആ അധ്വാനങ്ങളുടെ മേൽ, ഞങ്ങളുടെ പരിശ്രമങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് അവൻ ചാർത്തിയത് കൊണ്ടാണ്. അവൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം എൻ്റെ എളിയ അധ്വാനങ്ങളുടെ മേൽ അലിവോടെ വെച്ചത് കൊണ്ടാണ് ഇന്ന് കാണുന്ന സകല മെച്ചപ്പാടുകളും ഉള്ളതെന്ന് തലമുറകളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക്. കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല കർത്താവേ, മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോൾ നീ ആത്മാവിൽ പ്രകാശമായി. ഇരുളലമൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയായി. കാൽവരിക്കുന്നിൻ മനസ്സിൽ കാണും നിന്നു ഞാൻ. ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ ദൈവമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഈശോയെ, ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ വീണ്ടും നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് നിർത്തി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈശോ പറഞ്ഞതാണ്, കുഞ്ഞുങ്ങൾ എൻ്റെ പക്കലേക്ക് വരട്ടെ, അവരെ തടയേണ്ട എന്ന്. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഇത്ര ഗൗരവത്തോടെ എടുക്കാൻ നമ്മൾ പഠിച്ചിട്ട് അധികം കാലമായിട്ടില്ല. കുഞ്ഞുങ്ങളുടെ അവരുടെ മനസ്സിനെ മുറിപ്പെടുത്തരുതെന്ന്, അവരുടെ സങ്കടങ്ങളെ നിസ്സാരമായി കാണരുത് എന്നൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഈശോ അന്നേ പറഞ്ഞു വെച്ചു, കുഞ്ഞുങ്ങളെ തടയരുത്.
അവരെൻ്റെ പക്കലേക്ക് വരട്ടെ. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായുള്ള നിന്റെ പദ്ധതി നീ വെളിപ്പെടുത്തണേ. അവരുടെ ഭാവിയെ നീ സുരക്ഷിതമാക്കണമേ. വിശുദ്ധിയുടെ വഴിയെ അവർ ചരിക്കട്ടെ. ഞങ്ങൾ കേൾക്കുകയായിരുന്നു, ഒരുപാട് മാനുഷിക മൂല്യങ്ങളുണ്ട് ഈ തലമുറയ്ക്ക്, ഒരുപാട് നന്മകളുണ്ട് ഈ തലമുറയ്ക്ക്. കർത്താവേ, അവരുടെ മാനുഷിക നന്മകളുടെ മേൽ നിന്റെ കൃപ വന്നിറങ്ങട്ടെ. അവരുടെ മാനുഷികതയിൽ നിന്റെ കൃപ വെളിപ്പെടട്ടെ. അങ്ങനെ വരുമ്പോ ഒരു തലമുറ ഉണർന്നെഴുന്നേൽക്കുന്നത് ഞങ്ങൾ കാണുമല്ലോ. ഈശോയെ, വല്ലാത്തൊരു മന്ദിപ്പ് വിശ്വാസ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു കാലത്ത് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ ഞങ്ങൾ കാണുന്നത് പോലെ അസ്ഥിക്കൂമ്പാരത്തിന്റെ മേൽ റൂഹ വീശിയടിച്ചപ്പോ അവ എഴുന്നേറ്റ് നിന്ന് ദൈവനാമം ഏറ്റുപറഞ്ഞതുപോലെ, കർത്താവേ, ഒരു തളർച്ചയും ക്ഷീണവും ബാധിച്ചു പോയൊരു കാലത്ത് റൂഹ വീശിയടിക്കുകയും ഒരു തലമുറ എഴുന്നേൽക്കുകയും ചെയ്യട്ടെ. പാറക്കഷ്ണങ്ങളിൽ നിന്ന്, കല്ലുകളിൽ നിന്ന് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ഉയർത്താൻ പറ്റുമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ദൈവസ്തുതി ഉയരട്ടെ. മാമോദീസായിൽ ലഭിച്ച അഭിഷേകത്തെ, തൈലാഭിഷേകത്തിൽ സ്ഥിരപ്പെട്ട പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന, ദൈവമക്കളുടെ അധികാരത്തെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ, നാരകീയ ബന്ധനങ്ങളുടെ മേൽ അധികാരമുള്ള രാജകീയ പൗരോഹിത്യത്തിലെ അംഗങ്ങളായ ഒരു തലമുറ ഉണർന്നെഴുന്നേൽക്കട്ടെ. തിന്മ അതിന്റെ സകല ശക്തിയും കാണിച്ച് ഗോലിയാത്ത് എന്നതുപോലെ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കാലത്ത് ദാവീദ് എന്നതുപോലെ 5 കല്ലെടുത്ത് അവനെ വീഴിക്കാൻ തക്കവിധം, തിന്മയെ തകർക്കാൻ തക്കവിധം അധികാരമുള്ള, ലോകത്തെങ്ങും കർത്താവിന്റെ നാമം പ്രഘോഷിക്കുന്ന ഒരു തലമുറയെ നീ ഉയർത്തണമേ. ദൈവജനമേ, ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഇരുകരങ്ങളും ഉയർത്തി നമ്മുടെ കുടുംബത്തിന്റെ മേലും തലമുറകളുടെ മേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ കൃപയൊഴുകാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള പദ്ധതി നീ വെളിപ്പെടുത്തണമേ. ഒരു തലമുറ ഉയർന്നു വരട്ടെ കർത്താവേ. അഭിഷേകമുള്ള ഒരു തലമുറ, ലോകം മുഴുവൻ നിന്റെ നാമം പ്രഘോഷിക്കുന്ന ഒരു തലമുറ ഉണർന്നെഴുന്നേൽക്കട്ടെ. ആരാധന കർത്താവേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകമിറങ്ങുന്നതും കാണുന്നു, ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു. അഭിഷേകമിറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ
പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ കർത്താവേ. ആരാധന യേശുവേ, ആരാധന ആരാധന കർത്താവേ. ഹല്ലേലൂയ യേശുവേ 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,